ജോബിനെ പിരിയുന്ന കാര്യം അവൾക്ക് പ്രയാസം തന്നെയാ. പക്ഷെ എന്റെ മകനിൽ നിന്ന് അവൾക്ക് കിട്ടിയ മുറിവ് അവളുടെ മനസ്സിൽ നിന്ന് അത്ര വേഗം പൊറുക്കുന്നതല്ല. എന്റെ ഊഹം ശരിയാണെങ്കിൽ ഇങ്ങനൊരു ഡിവോഴ്സ് നോട്ടീസ് ജോബിന് അയച്ചതിനു പിന്നിൽ മാളുവിന് മറ്റെന്തൊക്കെയോ ഉദ്ദേശങ്ങളുണ്ട്. അത് എന്നോട് ഷെയർ ചെയ്യേണ്ടി വരുമെന്ന് ഭയന്നിട്ടാ എന്നിൽ നിന്ന് അവൾ അകലം പാലിക്കുന്നത്. ആന്റിയിൽ നിന്ന് മാത്രമല്ല, എന്നോട് പോലും അവളിപ്പോ പല കാര്യങ്ങളും തുറന്നു പറയാറില്ല. അപ്പോ നീ എനിക്ക് വേണ്ടി ചില കാര്യങ്ങൾ ചെയ്യണം. ബുദ്ധിമുട്ടാവില്ലല്ലോ? ഇല്ല ആന്റി, എന്താന്ന് വെച്ചാൽ എന്നോട് പറഞ്ഞാൽ മതി. അപ്പോ വാ, ഞാൻ പറയാം. അപ്പോ അവൾ അയച്ച വക്കീൽ നോട്ടീസ് ഞാനാണ് കൈപ്പറ്റിയതെന്ന് നീ അവളോട് പറഞ്ഞേക്ക്. പിന്നെ ഒരു കാര്യം കൂടി, അവൾ ആഗ്രഹിക്കുന്നത് പോലെ ജോബിൽ നിന്ന് ഈ ബന്ധം ഒഴിഞ്ഞു തരാൻ ഞാൻ സമ്മതിപ്പിക്കുമെന്നും നീ അറിയിച്ചേക്ക്. ആന്റി സീരിയസ് ആയിട്ട് പറഞ്ഞാണോ? അതെ, ഞാനിത് വളരെ സീരിയസ് ആയി തന്നെ പറഞ്ഞതാണെന്ന് നീ അവളെ അറിയിക്കണം. കേസ് നീട്ടിക്കൊണ്ടുപോയി അധികം കാലതാമസം എടുപ്പിക്കാതെ അവളോ അവളുടെ വക്കീലോ പറയുന്ന തീയതികളിൽ എന്റെ മകൻ വന്ന് ഒപ്പിട്ട് കൊടുത്തോളൂ. പക്ഷേ അതിനു മുൻപ് എന്റെ ചില ചോദ്യങ്ങൾക്ക് മാളു മറുപടി പറയേണ്ടി വരുമെന്ന് കൂടി നീ അവളോട് പറഞ്ഞേക്ക്. വേറൊന്നും എനിക്ക് പറയാനില്ല അപ്പൂ. ഇനി നേരിൽ കാണാനല്ലാതെ ഞാൻ അവളെ വിളിക്കില്ലെന്നും പറഞ്ഞേക്ക്. ഞാൻ പറയാം ആന്റി. ഇറങ്ങട്ടെ. അല്ല ഡേശി, നീ ഇതെന്നാത്തിനുള്ള ഭാവമാ? ഡേ, പശു ചത്ത് മോരിലെ പുളിയും പോയെന്ന് പറഞ്ഞ പോലെ ആ കൊച്ചി ഇവിടുന്ന് പോയി പിരിയാനുള്ള നോട്ടീസും വന്നു. പിന്നെ എന്നാത്തിന് അവളുടെ കൂട്ടുകാരിയാ ഇതിനെയൊക്കെ ഇവിടെ വിളിച്ചു വരുത്തുന്നത്? അതൊക്കെ നിനക്ക് ദോഷമേ ചെയ്യത്തുള്ളൂ. എനിക്കിനി അങ്ങനെയുള്ള ദോഷങ്ങളൊന്നും സംഭവിക്കാതിരിക്കാൻ വേണ്ടിയാ അപ്പുനെ ഞാൻ വിളിച്ചു വരുത്തിയത്. ബന്ധം പിരിയാൻ ജോബിനെ കൊണ്ട് ഞാൻ സമ്മതിപ്പിക്കാമെന്ന് മാളുവിനെ അറിയിക്കാൻ വേണ്ടിയാ അപ്പുനോട് ഇവിടെ വരാൻ പറഞ്ഞത്. നേരാന്നോ ഡേശി? നീ അപ്പൊ ജോക്കുട്ടിനെ കണ്ടോ? സംസാരിച്ചോ? ഇല്ല, കാണും, സംസാരിക്കും. ആഹാ, അപ്പൊ നിന്റെ തലയ്ക്ക് വെളിവ് വീണ് തുടങ്ങിയല്ലോ. നന്നായി എന്റെ കർത്താവേ. ഇപ്പോഴെങ്കിലും നിനക്കൊരു നല്ല ബുദ്ധി തോന്നിയല്ലോ എന്റെ ഡേസമ്മ. അല്ല, അതിന് ജോക്കുട്ടിനെ എവിടെയാ താമസിക്കുന്നത് നിനക്കറിയാവോ? അത് ഞാൻ കണ്ടെത്തിക്കൊള്ളാം. എന്തായാലും അവൻ ഈ സിറ്റി തന്നെ ഉണ്ടാവുന്നുള്ള കാര്യത്തിൽ എനിക്ക് ഉറപ്പാ. ഉണ്ടാവും. വേണമെങ്കിലേ നമുക്ക് ആ ഡോക്ടർ പെണ്ണിനെ ഒന്ന് പോയി കണ്ടാലോ? ജോക്കുട്ടിന് എവിടെയുണ്ടെന്ന് അവക്കറിയാതിരിക്കുകയല്ല. വേണ്ട, ആരുടെയും സഹായമില്ലാതെ തന്നെ എന്റെ മോനെ കണ്ടുപിടിക്കാൻ എനിക്കറിയാം. നോട്ടീസ് ഡോക്ടറുടെ മമ്മി കൈപ്പറ്റി. അതിന്റെ റെസ്പോൺസ് മാളവികയ്ക്ക് കിട്ടുകയും ചെയ്തു. ഡോക്ടറെ കൊണ്ട് മ്യൂച്വൽ അഗ്രിമെന്റിന് തയ്യാറാണെന്ന് അപ്പു വഴി ഡോക്ടറിന്റെ മമ്മി മാളവിയെ അറിയിച്ചിട്ടുണ്ട്. പക്ഷെ അതിലൊരു പ്രശ്നമുണ്ട് ഡോക്ടർ. എന്ത് പ്രശ്നം? ഡോക്ടറുമായി ഈ വിഷയം സംസാരിക്കാതെയാണ് ഡോക്ടറിന്റെ മമ്മി മാളവിയയ്ക്ക് ആ ഉറപ്പ് കൊടുത്തിരിക്കുന്നത്. ഇനി ഡോക്ടർക്ക് അതിൽ എന്തെങ്കിലും എതിരഭിപ്രായം ഉണ്ടെങ്കിൽ? എനിക്കതിൽ എതിരഭിപ്രായം ഉണ്ടാവില്ലെന്ന് മമ്മിക്ക് ഉറപ്പുണ്ട് ഹിമ. അതുകൊണ്ട് മമ്മി അങ്ങനെ ഒരു ഗ്യാരണ്ടി മാളുവിന് കൊടുത്തത്. പേഴ്സണലി ഡോക്ടർക്ക് അതിനോട് താല്പര്യമുണ്ടോ? ഐ മീൻ മാളവികയുമായി ഒരു ഡിവോഴ്സിന്? ചോദിച്ചത് വേറൊന്നും കൊണ്ടല്ല. അലീനയോടൊപ്പം കണ്ട പരിചയമേ എനിക്ക് ഡോക്ടറുമായിട്ടുള്ളൂ. ആ കുട്ടി ഈ കേസുമായി ബന്ധപ്പെടും. പക്ഷെ നിങ്ങൾ രണ്ടുപേരും പിരിയേണ്ടവരല്ലെന്ന് എന്തുകൊണ്ട് എനിക്ക് തോന്നിപ്പോയി. അതുകൊണ്ട് ചോദിച്ചതാ. ഹിമ പറഞ്ഞ ശരിയാ. ഞങ്ങൾ രണ്ടുപേരും ഒരിക്കലും പിരിയേണ്ടവരല്ലായിരുന്നു. പക്ഷേ ഇങ്ങനെയൊക്കെ വേണ്ടി വന്നു. ഞാനാരെയും ബ്ലെയിം ചെയ്യുന്നില്ല. ഇങ്ങനെയൊക്കെ ആയതിന് ഉത്തരവാദി ഞാൻ മാത്രമാ. ഡോക്ടർ ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് ഞാനൊരു കാര്യം കൂടെ ചോദിച്ചോട്ടെ? അലീനയുമായി ഈ റിലേഷൻ മെയിൻറ്റെയിൻ ചെയ്യാൻ ഡോക്ടർക്ക് ഉദ്ദേശമുണ്ടോ? നോ. മാളുവുമായുള്ള റിലേഷൻ എങ്ങനെയായി തീർന്നാലും ഇനി അലീനയുമായി ഒരു റിലേഷനും ഞാൻ ആഗ്രഹിക്കുന്നില്ല ഹിമ. മുമ്പും അങ്ങനെ ആഗ്രഹിച്ചിരുന്നില്ല. പക്ഷെ എന്ത് ചെയ്യാം, ചില സെന്റിമെന്റ്സിന്റെ പേരിൽ ഞാൻ എന്നെ മറന്നു. അതാ സംഭവിച്ചത്. ഒപ്പം താമസിക്കുന്ന സുഹൃത്തിനെ ഡീഗ്രേഡ് ചെയ്ത് സംസാരിക്കുന്നത് മോശമാണെന്നറിയാം. പക്ഷേ ഡോക്ടർ ആയതുകൊണ്ട് ഞാൻ പറയാം,
അലീനയുടെ ഇന്റൻഷൻ അതല്ല. പഴയ ഒരു റിലേഷൻ മെയിൻറ്റെയിൻ ചെയ്യാൻ അലീന ഇപ്പോഴും ആഗ്രഹിക്കുന്നുണ്ട്. അതെനിക്കറിയാം ഹിമ. പക്ഷേ അതൊരിക്കലും ഇനി നടക്കില്ല. ഞാനത് അലീനയോട് പറയാവുന്ന രീതിയിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അവർ ഇനി അത് സീരിയസ് ആയിട്ട് എടുത്തിട്ടില്ല. ഞാനും അതിന് മാക്സിമം ശ്രമിക്കുന്നുണ്ട്. ഹിമ, കേസും കോടതിയുമായിട്ട് മാളുവിനെ ഇനിയും ബുദ്ധിമുട്ടിക്കാൻ എനിക്ക് താല്പര്യമില്ല. ഡിവോഴ്സിന് ഞാൻ തയ്യാറാണെന്ന് മാളുവിനോട് പറഞ്ഞേക്ക്. മമ്മിയുടെ വാക്ക് തെറ്റിക്കണ്ട. എന്നിട്ട് എന്താണ് ജോബിന്റെ പ്ലാൻ? ഞാൻ ഇവിടെ വിട്ട് പോവുക. ഇവിടെ വിട്ട് പോവാനോ? അപ്പൊ ഡോക്ടറിന്റെ ജോലി? ഞാനത് റിസൈൻ ചെയ്യാൻ തീരുമാനിച്ചു. അങ്ങനെ ധൃതി പിടിച്ചൊരു തീരുമാനം എടുക്കണോ? നിങ്ങൾ അല്പം സാവകാശം തരൂ. എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. ശരി, ഞാൻ വിളിക്കാം ഡോക്ടർ. നീ ഇതുവരെ ഭക്ഷണം കഴിച്ചില്ലേ അശ്വതി? ഇല്ലമ്മേ, അവളും കൂടെ വന്നിട്ട് കഴിക്കാന്ന് കരുതി. അത് കൊള്ളാം. മാളു ഇനി എപ്പോ വരുമെന്ന് കരുതിയിട്ടാ? ആ പണിക്കരുടെ കൊച്ചു കൂടെ ഉള്ളതുകൊണ്ട് അവര് പുറത്തുനിന്ന് എന്തെങ്കിലും കഴിച്ചിട്ടായിരിക്കും വരുന്നത്. നീ അവരെ കാത്തിരിക്കാതെ വല്ലതും എടുത്ത് കഴിക്കാൻ നോക്ക്. നിനക്ക് മരുന്നൊക്കെ കഴിക്കാനുള്ളതല്ലേ? കുറച്ചുകൂടെ കഴിയട്ടെ. ഇപ്പൊ നല്ല വിശപ്പില്ല. ഏതായാലും ഇത്രയൊക്കെ ആയില്ലേ, ഇനി മാളു വന്നിട്ട് കഴിക്കാം. അശ്വതി, എന്റെ ബലമായ സംശയം മാളു വക്കീലിനെ കാണാൻ പോയതാണോന്നാ. അപ്പു ചിലപ്പോ അവളെയും കൂട്ടി ടീച്ചറെ കാണാൻ പോയതായിരിക്കും. അങ്ങനെയാണെങ്കിലേ അപ്പുവും ടീച്ചറും കൂടി അവളുടെ മനസ്സ് മാറ്റാനാവുന്നത്ര ശ്രമിക്കുമെന്നുള്ള കാര്യം ഉറപ്പാ. ഏയ്, ടീച്ചർ അങ്ങനെയൊന്നും ചെയ്യില്ല. അത് നമുക്ക് തോന്നും അശ്വതി. പക്ഷെ കാര്യത്തോടടുക്കുമ്പോൾ എല്ലാവരും സ്വാർത്ഥരാ, പ്രത്യേകിച്ച് ആ മക്കളുടെ കാര്യത്തിൽ. അതുകൊണ്ടേ അവരുടെ ജീവിതം കൈപ്പിടിന്ന് വഴുതി പോകാതിരിക്കാനേ അവർ ശ്രമിക്കുള്ളൂ. പുറമേ വലിയ ആദർശവും വീരവാദവും ഒക്കെ പറയുമെങ്കിലും ഡെയ്സി ടീച്ചറും മനസ്സുകൊണ്ട് അങ്ങനെ ചിന്തിക്കൂ. ദേ, അതിന് കാരണം എന്താണെന്നറിയൂ? ആര് പകരക്കാരായി വന്നാലും അത് മാളുവിനെ പോലെ ആവില്ലെന്ന് ടീച്ചർക്ക് നന്നായിട്ടറിയാം. അതുകൊണ്ടാ അവരിപ്പോഴും ബന്ധം പിരിയാതെ ഇങ്ങനെ നീട്ടി നീട്ടി കൊണ്ടുപോകുന്നത്. ദേ വന്നു. ആ, എത്തിയോ? ദേ, നിന്റെ അമ്മ നിന്നെ ഇതുവരെ കണ്ടില്ലെന്നും പറഞ്ഞ് ഒറ്റ കാലയിൽ ഇങ്ങനെ നിൽക്കുകയായിരുന്നു. ഊണ് പോലും കഴിച്ചില്ല ഇതുവരെ. അമ്മ കഴിച്ചില്ലായിരുന്നോ? ഇല്ല, നീ കൂടെ വരട്ടേന്ന് കരുതി. നീ പോയ കാര്യം എന്തായി? വക്കീലിനെ കണ്ടോ? നമ്മളയച്ച നോട്ടീസിന് ഡോക്ടറിന്റെ ഭാഗത്തുനിന്ന് മറുപടി ഒന്നും കിട്ടാത്ത സ്ഥിതിക്ക് കേസ് കോടതിയിലേക്ക് റെഫർ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോഴാ അപ്പ വിളിച്ചത്. അപ്പു നിന്റെ കൂടെ ഇല്ലായിരുന്നോ? ഇല്ല, അപ്പോ രാവിലെ ഡേസി ആന്റി കാണാൻ വേണ്ടി പോയിരുന്നു. എന്താ കാര്യം എന്ന് വല്ലോ അപ്പു പറഞ്ഞോ? ഡിവോഴ്സ് പെറ്റീഷനില് ഡോക്ടറെ കൊണ്ട് സൈൻ ചെയ്യിച്ചു തരാൻ ആന്റി തയ്യാറാണെന്ന്. അതിന് അവരല്ലല്ലോ ഒപ്പിടേണ്ടത്, അവരുടെ മോനല്ലേ. ഡോക്ടർ ഇപ്പൊ എവിടാണ് പൊറുതിയെന്നൊന്നും അവർക്കറിയില്ലല്ലോ. അതൊന്നും നമ്മുടെ തലവേദന അല്ലല്ലോ മുത്തശ്ശി. ഡോക്ടർ എവിടെയാണെന്ന് ആന്റി കണ്ടുപിടിച്ചു തന്നോളൂ. ഇത്രയും പെട്ടെന്ന് ടീച്ചറുടെ അഭിപ്രായം മാറിയതെന്താ? ഡിവോഴ്സ് നീട്ടിക്കൊണ്ടുപോവാൻ മാക്സിമം ട്രൈ ചെയ്യുമെന്നാണല്ലോ ടീച്ചർ എന്ന് പറഞ്ഞത്. ഇപ്പോഴാവും ഇനി ഇത് നല്ല രീതിയിൽ മുന്നോട്ട് പോയില്ലെന്ന് ആന്റിക്ക് ഉറപ്പായത്. അതുകൊണ്ട് എനിക്ക് വേണ്ടി ഇങ്ങനെ ഒരു ഫേവർ ചെയ്യാന്ന് കരുതി കാണും. ഏതായാലും ആന്റിയുടെ ഭാഗത്തുനിന്ന് അങ്ങനെ ഒരു ഉറപ്പ് കിട്ടിയതുകൊണ്ട് സംഗതി സ്മൂത്തായിട്ട് പോകും. അല്ലെങ്കിൽ കോടതിയും കൗൺസിലിംഗും ഒക്കെ ആയിട്ട് കുറെ കയറി ഇറങ്ങേണ്ടി വരുമായിരുന്നു. മതി മതി, ഇനി വിശേഷങ്ങളൊക്കെ പിന്നെ. നീ പോയിട്ടേ വേഗം ഡ്രസ്സ് മാറിയിട്ട് വാ. എന്നിട്ട് വല്ലതും കഴിക്കാൻ നോക്ക്. അയ്യോ, എനിക്കിപ്പോ ഒന്നും വേണ്ട, കുറച്ച് കഴിയട്ടെ. ടീച്ചർ നമ്മൾ വിചാരിച്ച ആളല്ലല്ലോ അശ്വതി. അവരൊരു മുഴ നീട്ടി എറിഞ്ഞിരിക്കുകയാണല്ലോ. ഇനി അതിലെന്തെങ്കിലും കുരുക്ക് വല്ലതും കാണുമെന്ന് ദൈവം തമ്പുരാൻ അറിയാം. അമ്മച്ചി, നീ ഇതിപ്പോ എവിടുന്ന് പൊട്ടി വീണു വച്ചേ? ഞാൻ പള്ളിയിലേക്ക് കയറുന്നതിന് മുമ്പ് നിന്നെ എവിടെയൊക്കെ നോക്കിയെന്നറിയാവോ? അത് പിന്നെ അമ്മച്ചി പ്രാർത്ഥിച്ചിട്ട് ഇറങ്ങുമ്പോ കാണാലോ എന്ന് കരുതി. അതേതായാലും നന്നായി. അമ്മച്ചി എന്തിനാ എന്നെ അത്യാവശ്യമായിട്ട് കാണണമെന്ന് പറഞ്ഞ്? അത് പിന്നെ ജോക്കുട്ടൻ എവിടെയാന്ന് വല്ല വിവരവും കിട്ടിയോ നിനക്ക്? അമ്മച്ചിയുടെ ജോക്കുട്ടൻ സുഖമായിട്ട് ഇരിപ്പുണ്ട്. ആഹാ,
അപ്പൊ നീയും അവനും കൂടെ ഒരുമിച്ച് പൊറുതിയൊക്കെ തുടങ്ങിയല്ലേ? അയ്യോ അങ്ങനെയൊന്നുമില്ല. ജോബിന് എവിടെയുണ്ടെന്ന് ചെറിയ ചില സൂചനകളൊക്കെ കിട്ടിയെന്നാ ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം. എന്നാലേ ഇനി അവനെ കാണുമ്പോ നീ പറഞ്ഞേക്കണം, ഡേയ്സമ്മ അവനെ കൊണ്ടേ മാളുവിനെ ബന്ധം ഒഴിപ്പിക്കാനിരിക്കുവാന്ന്. ഓ, ഡേസി ആന്റി അങ്ങനെയൊക്കെ ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നിനക്ക് തോന്നിയാലും തോന്നിയില്ലെങ്കിലും ഇപ്പൊ അവിടെ നടക്കാൻ പോകുന്നത് അതാ. സത്യമാണോ അമ്മച്ചി? അമ്മച്ചിയോട് ഇതാരാ പറഞ്ഞേ? ഡേസി ആന്റിയോ? ഏയ്, ഡേയ്സമ്മ എന്നോട് ഇതേക്കുറിച്ച് നേരിട്ട് പറഞ്ഞതല്ല. മാളുവിന്റെ കൂട്ടുകാരി ഉണ്ടല്ലോ, അല്ല കൂട്ടുകാരൻ. ആര്? അപ്പോ? ആ, അത് തന്നെ അപ്പു. ആ കൊച്ചിനെ വിളിച്ചു വരുത്തി ജോക്കുട്ടനുമായിട്ടുള്ള ബന്ധം പിരിയാൻ അവനെ കൊണ്ട് സമ്മതിപ്പിക്കാമെന്നു. വിവരം മാളുവിന്റെ വീട്ടുകാരെ അറിയിക്കാനാ ഡേയ്സമ്മ അപ്പുവിനെ ഏൽപ്പിച്ചിരിക്കുന്നത്. ഒരു കണക്കിന് നോക്കിയാ അതാ നല്ലത്. കേസും കോടതിയുമായിട്ട് കയറി ഇറങ്ങി നടക്കണ്ടല്ലോ. കാര്യങ്ങൾ എത്രയും വേഗം ഒരു തീരുമാനത്തിലെത്തുമല്ലോ. അതെ, എല്ലാം വേഗത്തിലാവുന്നത് തന്നെയാ നല്ലത്. അതെ, നീ ജോക്കുട്ടനോട് പറയണം, ഡേയ്സമ്മ വിളിക്കുമ്പോ ഒഴിഞ്ഞും തിരിഞ്ഞു നിൽക്കാതെ വന്ന് കടലാസിൽ ഒപ്പിട്ട് കൊടുത്തേക്കാൻ. അത് ഞാൻ പറയാം. പക്ഷേ അത്ര പെട്ടെന്നൊന്നും ജോബിൻ ഡോക്ടർ ഒപ്പിട്ട് കൊടുക്കാൻ സാധ്യതയില്ല. അതന്നെ. ഇനി വെച്ചിരുന്ന് ഈച്ച അടിക്കാതെ കാര്യങ്ങൾക്ക് എത്രയും പെട്ടെന്ന് ഒരു നീക്കുപോക്കുണ്ടാവണ്ടേ? എത്രയും പെട്ടെന്ന് നോട്ടീസ് ഒപ്പിട്ട് കൊടുക്കുന്നതാ നല്ലത്. അത് തന്നെയാ നല്ലത്. ഞാൻ ജോബിനോട് പറയാം. എടി കൊച്ചേ, അവൻ ഈ ചുറ്റുവട്ടത്തെങ്ങാനും ഉണ്ടോ? ഓ, എനിക്കൊന്ന് കാണണമായിരുന്നല്ലോ. അമ്മച്ചി ഒരു 2 ദിവസം കൂടെ ക്ഷമിക്കുന്നേ. അത് കഴിഞ്ഞാ അമ്മച്ചിയുടെ ജോക്കുട്ടനെ ഞാൻ മുന്നിൽ കൊണ്ടുവന്ന് നിർത്തി തരില്ലേ? എന്നാ പിന്നെ ഞാൻ പോട്ടടി കൊച്ചേ. ഇനി നിന്നോട് കിന്നടിച്ചോണ്ടിരിക്കുന്നത് ആരെങ്കിലും കണ്ടിട്ടേ ചെന്ന് ഡേയ്സമ്മയുടെ ചെവിയിലോട്ട് ഓതി കൊടുത്താലേ പിന്നെ അത് മതി. എന്തിനാ വെറുതെ? എന്നാ ശരി, അമ്മച്ചി പോയിക്കോ. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇതുപോലെ വിളിച്ചാ മതി. ശരിയടി കൊച്ചേ. എന്നാ വെയിൽ മുക്കുന്നതിന് മുമ്പ് ഞാൻ വീട് പിടിക്കട്ടെ. ശരി അമ്മച്ചി. ഹലോ മാഡം. ആ മാളു, മാളവിക ഇപ്പൊ എവിടെയാണ്? വീട്ടിലുണ്ട് മാഡം. എന്തുപറ്റി? ഒരു ഗുഡ് ന്യൂസ് പറയാനാ ഞാൻ വിളിച്ചത്. അത് ഗുഡ് ന്യൂസ് ആണോന്ന് എനിക്കറിയില്ല, പക്ഷെ പ്രൊഫഷണലി പറയുമ്പോൾ അങ്ങനെ വേണമല്ലോ പറയാൻ. ഞാൻ ഡോക്ടർ ജോബിനെ കണ്ടിരുന്നു. മാളവികയുടെ ഒരു ആറ്റിറ്റ്യൂഡിനെ കുറിച്ച് ഞാൻ ഡോക്ടറോടൊന്ന് ബ്രീഫ് ചെയ്തു. എല്ലാം കേട്ട ശേഷം അയാളുടെ ഡിവോഴ്സിന് സമ്മതം അറിയിച്ചു. പിന്നെ അയാൾ ഹോസ്പിറ്റലിൽ നിന്ന് റിസൈൻ ചെയ്യാന്ന് പറഞ്ഞു. വേറെ എവിടെയെങ്കിലും ബെറ്റർ ഓപ്ഷൻ വല്ലതും കിട്ടിക്കാണും? ഏയ്, അങ്ങനെയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അയാൾ ഈ സ്ഥലത്ത് നിന്ന് തന്നെ പോവാണെന്നാ സംസാരത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായത്. ഞാൻ പേഴ്സണലി ഒരു കാര്യം ചോദിച്ചാ മാളവികയ്ക്ക് അത് ബുദ്ധിമുട്ടാവുമോ? എന്താ മാഡം? അല്ല, അതിനു മുമ്പ് നിങ്ങൾ തമ്മിൽ നേരിട്ട് കണ്ടൊന്ന് സംസാരിച്ച്. സോറി മാഡം, അത് വേണ്ട. എനിക്കതില് തീരെ താല്പര്യമില്ല. ഓക്കെ ഓക്കെ, ഞാൻ ജസ്റ്റ് ഒന്ന് ചോദിച്ചെന്നേ ഉള്ളൂ. അപ്പൊ എനിക്ക് പെറ്റീഷനായിട്ട് മുന്നോട്ട് പോവാലോ അല്ലേ? ഷോ മാഡം, എന്റെ തീരുമാനത്തില് മാറ്റമൊന്നുമില്ല. ഓക്കെ ഓക്കെ, ഞാനത് ജോബിനെ ഇൻഫോം ചെയ്യാം. ശരി മാളവിക, ഗുഡ് നൈറ്റ്. എന്താണ് വക്കീലെ, പിരിയാൻ നിൽക്കുന്ന 2 പേരെ ഒരു കരയിൽ അടുപ്പിച്ച് അടങ്ങുള്ളെന്നുള്ള വാശിയിലാണോ ഹിമ വക്കീല്? അതിൽ തെറ്റുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഏയ്, എന്ത് തെറ്റ്? അതൊരു നല്ല കാര്യല്ലേ? അപ്പോഴേ വക്കീൽ എനിക്ക് വേണ്ടി ഒരു ഉപകാരം ചെയ്യണം. ജോബിന് എവിടെയുണ്ടെന്ന് വക്കീലിന് അറിയാൻ എനിക്ക് മനസ്സിലായി. എനിക്ക് ജോബിനെ ഒന്ന് അത്യാവശ്യമായിട്ട് കാണണം. സോറി, ജോബിന് എവിടെയാ? വക്കീലിന് അറിഞ്ഞൂടാന്നാണ് പറയാൻ വരുന്നെങ്കിൽ അത് ഞാൻ വിശ്വസിക്കില്ല. പ്ലീസ് വക്കീലെ, ഞാൻ വേറെ ഒന്നും ആവശ്യപ്പെടുന്നില്ല. എനിക്ക് ജോബിനോട് വളരെ അത്യാവശ്യമായിട്ടൊരു കാര്യം സംസാരിക്കാനുണ്ടായിരുന്നു. അതിന് വക്കീൽ എന്നെ ഹെൽപ്പ് ചെയ്തേ പറ്റൂ. ഇപ്പൊ പറയണ്ട, നാളെ പോകുന്നതിന് മുമ്പ് ജോബിന് എവിടെയാ ഹോൾട്ട് ചെയ്തിരിക്കുന്നെന്ന് എന്നോടൊന്ന് പറയണം. ഓക്കെ? അപ്പോ ഡെയ്സി ജോബിനെ കൊണ്ട് മാളുവിനെ ഡിവോഴ്സ് ചെയ്യിക്കാൻ തന്നെയാണോ തീരുമാനം? അങ്ങനെയാണ് ആന്റിയുടെ പ്ലാനും തോന്നുന്നു. ഡെയ്സിയുടെ ഭാഗത്തുനിന്ന് ഒരിക്കലും അങ്ങനെ ഒരു തീരുമാനം ഉണ്ടാവില്ലെന്നാണല്ലോ ആദ്യം പറഞ്ഞത്. പിന്നെന്താ ഡെയ്സി പെട്ടെന്ന് ഇങ്ങനെ ഒരു നിലപാട് സ്വീകരിച്ചത്?
മാളു ഡോക്ടർക്ക് അയച്ച വക്കീൽ നോട്ടീസിൽ ഞാനുമായിട്ടുള്ള സൗഹൃദം ഉപേക്ഷിക്കാൻ പറ്റാത്തത് കൊണ്ടാ ഡിവോഴ്സ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ചിലപ്പോൾ അത് കാരണവും ആന്റി പെട്ടെന്ന് ഇങ്ങനെ ഒരു തീരുമാനം എടുത്ത്. എന്തായാലും ആന്റി നാളെ മാളുവിനെ കാണാൻ അങ്ങോട്ട് പോകുന്നുണ്ടെന്നാ പറഞ്ഞു. മാളുവിൽ നിന്ന് കാരണം നേരിട്ട് കേട്ട് ബോധ്യപ്പെടാന്നാ ആന്റി പറയുന്നത്. ഡെയ്സിക്ക് മുന്നിൽ ഇതേ കാരണം തന്നെയാണ് മാളു ആവർത്തിക്കുന്നെങ്കിലോ? എങ്കിൽ ഒരു പൊട്ടിത്തെറി ഉറപ്പാമ്മേ. മുരളിയെങ്കിലും അശ്വതി ആന്റി ഇതിന് എങ്ങനെയാവും റിയാക്ട് ചെയ്യാന്ന് പറയാൻ പറ്റില്ല. ഈശ്വര, ഈ കുട്ടി എന്ത് ഭാവിച്ചാ ഇങ്ങനെ? അപ്പോ നീ മാളുവിനോട് അവിവേകം ഒന്നും കാണിക്കില്ലെന്ന് പറ. ഞാനതൊക്കെ അവളോട് പറഞ്ഞ് മടുത്തിരിക്കാമേ. ആര് പറഞ്ഞാലും മാളു അവളുടെ നിലപാടിൽ നിന്ന് മാറില്ലെന്ന് ഉറച്ച തീരുമാനത്തിലാ. VP ഇതൊക്കെ അറിഞ്ഞ അവളുടെ അവസ്ഥ എന്താവും എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല. അപ്പൂ, ഒരുപാട് കാലത്തിന് ശേഷം നാളെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ക്ലാസ് എടുക്കാൻ പോകുന്നതിന്റെ ആവേശത്തിലാ പാവം. VP വരുമ്പോ അമ്മ ഇതൊന്നും പറയാൻ നിൽക്കണ്ട. എന്തായാലും നാളെ ഡെയ്സിന്റെ മാളുവിനെ കാണാൻ വരുന്നിടം വരെ സമയമുണ്ടല്ലോ. അതിനുള്ളിൽ എന്തെങ്കിലും മിറാക്കിൾ സംഭവിക്കുമോ നോക്കാം. അപ്പോ കഴിയുമെങ്കിൽ നീ എന്തെങ്കിലും പറഞ്ഞ് മാളുവിന്റെ മനസ്സ് മാറ്റാൻ നോക്ക്. ഇല്ലെങ്കിൽ ഇതിന്റെ കോൺസിക്വൻസ് ഭീകരമായിരിക്കും. ഇപ്പൊ അടുപ്പത്തിലിരിക്കുന്ന അശ്വതി മുരളിയൊക്കെ പണ്ടത്തെ പോലെ കണ്ടാ മിണ്ടാതെ മുഖം തിരിക്കുന്ന ഒരു അവസ്ഥയാവും. എന്തിനാ വെറുതെ ഇനി അങ്ങനെയൊക്കെ? ആഹാ, VP റെഡിയായോ ഇത്ര പെട്ടെന്ന്? ഒരു ഇടവേളയ്ക്ക് ശേഷമുള്ള ആദ്യ ക്ലാസ് അല്ലേ, അല്പം നേരത്തെ ആവാന്ന് കരുതി. എങ്ങനെയുണ്ട് എന്റെ അപ്പിയറൻസ്? കുഴപ്പമില്ലല്ലോ. എന്ത് കുഴപ്പം? നല്ല സ്റ്റൈലായിട്ടുണ്ട്. ആ സോൾട്ട് ആൻഡ് പേപ്പർ താടി പോയപ്പോ പഴയ VP സാറിന്റെ അനിയനാണെന്നേ തോന്നൂ. അത്രയ്ക്കൊക്കെ വേണോ ശ്രീമതി? പാവം ജീവിച്ചു പോയിക്കോട്ടെ. അല്ല VP, ഞാൻ സീരിയസ് ആയിട്ട് പറഞ്ഞതാ. ഇപ്പൊ കുറച്ചുകൂടെ ചെറുപ്പം തോന്നുന്നുണ്ട്. Is it? പക്ഷേ കുട്ടികൾക്കിടയിൽ കുറച്ച് മെച്ചൂരിറ്റി തോന്നുന്നത് തന്നെ നല്ലത്. ഈ കുറച്ച് നാളായി ക്ലാസ്സിന് വിട്ടു നിന്നുകൊണ്ടാവാം ഞാൻ ആകെ നെർവസാ. കൊള്ളാം. നെർവസോ? അതും VPയോ? അതൊക്കെ ചുമ്മാ തോന്നുന്നതാ. ഒരു 100 കുട്ടികൾ ഒരുമിച്ച് ക്ലാസ്സിലുണ്ടെങ്കിലും പുഷ്പം പോലെ ക്ലാസ് എടുക്കുന്ന ആക്കാണോ ഈ നെർവസ്നെസ്? ആ, അപ്പോ എങ്ങനെയുണ്ട് മൊത്തത്തിലുള്ളൊരു ഔട്ട്ലുക്ക്? ബോറാണോ? സൂപ്പർ ഔട്ട്ലുക്ക് ആൻഡ് ഔട്ട്ഫിറ്റ് കിടിലൻ തന്നെ. കുട്ടികൾക്ക് അവരുടെ ഗ്ലാമർ ഹീറോയെ തിരിച്ചു കിട്ടിയതിന്റെ സന്തോഷമായിരിക്കും. ഓ, അതിന് ഇപ്പോഴത്തെ കുട്ടികൾക്ക് എന്നെ അറിഞ്ഞിട്ട് വേണ്ടേ? പഴയ ബാച്ചൊക്കെ പോയിട്ടുണ്ടാവും. അപ്പോ ഇനി മുതൽ രണ്ടുപേർക്ക് ഒരുമിച്ച് പോവാലോ. അതെ, അതൊരു സൗകര്യമായി. എനിക്കിനി ഒരു നേരത്തേക്കെങ്കിലും ബസ്സിലെ തിക്കും തിരക്കും ഓട്ടോ കാശുമൊക്കെ ലാഭിക്കാമല്ലോ. അല്ല അപ്പോ ഇനിയിപ്പോ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്യാൻ എനിക്ക് പറ്റിയെന്ന് വരില്ല. ഇതൊക്കെ രാവിലെ പോയാൽ വൈകിട്ടല്ലേ വരാൻ പറ്റൂ. അതുകൊണ്ട് തനിച്ചിവിടെ നിൽക്കാൻ നിനക്ക് ബോറാവോ? എല്ലാം ഒറ്റയ്ക്ക് മാനേജ് ചെയ്യാൻ ബുദ്ധിമുട്ടാവില്ലേ? തൽക്കാലം ആ ബുദ്ധിമുട്ടൊക്കെ ഞാൻ സഹിച്ചോളാം. VP വിഷമിക്കണ്ട. ഇപ്പൊ എനിക്കിതൊക്കെ മാനേജ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇതാ, നമുക്കിനി ഇവിടെ ഒരു മെയ്ഡിന് വെക്കുന്ന കാര്യം സീരിയസ് ആയിട്ട് ചിന്തിക്കണം. പാർട്ട് ടൈം മതി, അല്ലെങ്കിൽ എല്ലാം കൂടി അപ്പന് ബേർഡനാവും. അതൊന്നും സാരമാക്കണ്ടെന്നേ. ഒരു സെർവന്റിനെ അപ്പോയിന്റ് ചെയ്യുന്ന കാര്യം തൽക്കാലം അവിടെ നിൽക്കട്ടെ. VP ഇന്ന് ജോലിക്ക് പോയി തുടങ്ങുന്നല്ലേ ഉള്ളൂ. ശമ്പളം കിട്ടി തുടങ്ങട്ടെ, എന്നിട്ട് നമുക്ക് അതിനെപ്പറ്റി ആലോചിച്ചാൽ മതി. നോക്ക് ഗീത, അപ്പൊ നമ്മളെക്കാൾ കൂടുതൽ പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കാൻ തുടങ്ങിയിരിക്കുന്നു. അപ്പോ ആഫ്റ്റർ എ ലോങ് ഗ്യാപ്പ് ഇന്നെന്റെ ഫസ്റ്റ് ഡേ ആണ്. നിങ്ങളുടെ പ്രാർത്ഥന അനുഗ്രഹമൊക്കെ വേണം. അതിപ്പോ VP പറഞ്ഞിട്ട് വേണോ? ഞങ്ങളുടെ പ്രാർത്ഥന എപ്പോഴും കൂടെയുണ്ട്. കേട്ടോ പൂ, ഇങ്ങനെയൊക്കെ പറയുന്നത് എന്തിനാണെന്നറിയാവോ? VPക്ക് ലേശം പേടിയുണ്ടെന്ന്. ഹേയ്, കുറെ കാലമായില്ലേ ഒരു സ്റ്റാർട്ടിങ് ട്രബിള്. ഒന്നും ഇല്ലെന്നേ. VP ധൈര്യമായിട്ട് ചെല്ലേ. ഓക്കെ, അപ്പോ എന്താ ഞങ്ങൾ പോയിട്ട് വരാം. വാ, പോയിട്ട് വരാമേ.